നമ്മുടെ ഇന്നത്തെ യാത്ര വൈൻയാർഡുകളിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് വൈൻയാർഡ് വിസിറ്റിലേക്കാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വലിയൊരു വൈൻയാർഡ്. ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ വൈൻയാർഡുകളായിട്ട് അവർ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് വരുന്നത്. ഈ ഒരു വൈൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിൽ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവർക്ക് വൈൻ വേണ്ടിയിട്ട് ഗ്രേപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വിൻഡസ്ഹൈം എന്ന് പറയുന്ന ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വൈൻയാർഡിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ആ സമയം അവിടെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അതായത് അവിടെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു മെഷീൻ വെച്ചിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീഡിയോൻ്റെ അവസാനത്തിലേക്ക് വരുന്നുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഈ ഒരു വൈൻയാർഡിൻ്റെ കാഴ്ച. ഈ വൈൻയാർഡിലെ ഗ്രേപ്സ് കൾട്ടിവേഷൻ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതായത് നമുക്ക് ഈ ഒരു ഗ്രേപ്സ് എല്ലാം പറിച്ച് മുന്തിരിയെല്ലാം എടുത്ത് വൈൻ ഉണ്ടാക്കാൻ ഉള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഹാർവെസ്റ്റിങ്ങും അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹാർവെസ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങളും കാണാനായിട്ട് പറ്റും. കൂടുതൽ അതിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കില്ല, കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കാണുന്ന കുറച്ച് വൈൻ, അതായത് ഈ കാണുന്ന വൈൻയാർഡിലെ ഗ്രേപ്സിൻ്റെ ഈ ഒരു മരങ്ങളൊക്കെ നമ്മൾ അടുത്തു നിന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നു. നിരവധി വൈൻയാർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുപോലെ ഇത്ര അടുത്ത് നിന്ന് നമുക്ക് ഗ്രേപ്സ് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെയെല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും ചില ബ്രാഞ്ചസിൽ ചില സ്ഥലത്തെല്ലാം നമുക്ക് ഗ്രേപ്സ് കാണുന്നുണ്ട്. അതിനർത്ഥം പഴുത്തു കഴിഞ്ഞ ഗ്രേപ്സ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. അങ്ങനെ ഈ കാണുന്ന ഗ്രേപ്പ് യാർഡ്, അതായത് വൈൻ യാർഡിലൂടെ നമ്മൾ ഇങ്ങനെ പോകുവാണ്. ഇതിൻ്റെ ഒരു ഭീകരമായ ഒരു ദൃശ്യം കാണണമെങ്കിൽ നമുക്കൊരു ആകാശത്തിൽ നിന്നുള്ളൊരു ഡ്രോൺ ഷോട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമുക്ക് മൊബൈലിൽ നിന്ന് കാണിക്കാനായിട്ടുള്ളൊരു നമുക്കൊരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് പറഞ്ഞു തരാനും അത്രയ്ക്കും പറ്റുന്നില്ല, കാരണം നമുക്ക് അത്രയ്ക്കും ഉള്ളൊരു വലിയൊരു എക്യുപ്മെൻറ്റോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല. ഈ കാണുന്ന രീതിയിലുള്ള വൈൻയാർഡുകൾ നമ്മൾ നിരവധി ബസ്സിൽ പോകുമ്പോഴൊക്കെ കൂടുതലും നമുക്ക് കാണാറുണ്ട്. നമ്മുടെ ഹൈവേ സൈഡിലും അതുപോലെ തന്നെ പല പട്ടണങ്ങളും അതുപോലെ തന്നെ പല വില്ലേജസിൻ്റെയും സൈഡിലൂടെയും പോകുമ്പോൾ ആ കാണുന്നത് ഒരു പള്ളിയാണ്. വിൻഡസ്ഹൈം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെ കുറേ വീടുകളും അതുപോലെ തന്നെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള അവരുടെ ഒരു വില്ലേജുമാണ് നമ്മൾ കാണുന്നത്. ഈ പോകുന്ന വണ്ടിയിലാണ് ഇവിടെ നിന്ന് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഗ്രേപ്സ് ഇവരെ കൊണ്ടുപോകുന്നത്. ഈ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയങ്ങളിൽ നടക്കുന്ന ഒരു വലിയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹാർവെസ്റ്റിംഗ് ആണ്. ഇവർക്ക് നമ്മുടെ നാട്ടിൽ ഓണം എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഇതുപോലെ ഈ ഒരു വലിയൊരു ഹാർവെസ്റ്റിംഗ് ആണ് ഈ ഒരു ഗ്രേപ്പ് യാർഡിൽ നിന്ന് വൈൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ടുള്ള ഗ്രേപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് വൈൻയാർഡുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വൈൻയാർഡുകളിലേക്ക്, അതായത് വൈൻ ഗട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, വൈൻ യാർഡുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വൈൻ ഗട്ടുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈൻയാർഡിലൂടെ വൈൻ വാണ്ടർവെഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമുക്ക് ഈ വൈൻയാർഡിലൂടെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊരു സർക്യൂട്ട് അവരോട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് സൈക്കിൾ മേലോ അതല്ലെങ്കിൽ നമുക്ക് നടന്നോ പോകാനായിട്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഒരു സർക്യൂട്ട് അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പല ഹൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ താഴ്വാരങ്ങളിലൂടെയും ഒക്കെ പോയി മലകളും കുന്നുകളൊക്കെ കയറി ഇറങ്ങിയാണ് ഈ ഒരു വൈൻ വാണ്ടർവെഗ് എന്ന് പറയുന്ന ഈ ഒരു നടത്തം നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. കിലോമീറ്ററുകളോളം നടക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കിലോമീറ്റേഴ്സ്, അതായത് നമുക്കിപ്പോൾ ഒരു 4 കിലോമീറ്ററും അല്ലെങ്കിൽ 2 കിലോമീറ്ററും 10 കിലോമീറ്ററും ഒക്കെ ആയിട്ടുള്ള
വഴികളിലൂടെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. ഈ കപ്പേളൻ വെഗ് എന്ന് പറയുന്ന ഈ ഒരു വഴി ഞാനിവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ വരുന്ന മെഷീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മെഷീൻ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇതൊരു വൈൻ, അതായത് ഹാർവെസ്റ്റിംഗ് മെഷീനാണ്. വൈൻ യാർഡിൽ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന മെഷീനാണ്. എറോ എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിയുടെ മെഷീനാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മെഷീൻ നമ്മൾ നേരത്തെ കണ്ട വൈൻ യാർഡിലൂടെ പോകുമ്പോൾ അത് സെൻട്രലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കിലാണ് ആ ഒരു ലൈൻ ഓഫ് ഗ്രേപ്സിൻ്റെ ആ ഒരു പ്ലാന്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ പോകുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു ചെടിയെ പിടിക്കുകയും അതുപോലെ തന്നെ ഈ ചെടിയിൽ നിന്ന് പഴുത്ത് കഴിഞ്ഞിരിക്കുന്ന മുന്തിരികളാണ് ഈ ഒരു മെഷീൻ പ്ലക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലാണ് എല്ലാ മെഷീനിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള മെഷീൻ അടുത്ത് നിന്ന് കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ പോയത് ഈ കാണുന്ന ഒരു സ്ഥലത്തെ ഒരു കാഴ്ചകൾ കാണാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പേളൻ വെഗാണ് ആ കാണുന്ന. ആ വഴിയിലൂടെയാണ് നമുക്ക് ഇതുപോലെ വൈൻ യാർഡുകളിലൂടെ നടത്തവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ കപ്പേളൻ വെഗ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് ഇടയായത്. പിന്നീട് ഇപ്പോൾ നിലവിൽ ഒക്ടോബർ മാസങ്ങളിൽ ആകുമ്പോഴേക്കും ഈ കാണുന്ന വൈൻ യാർഡുകൾ ഇതുപോലെ ചുവപ്പ് നിറത്തിലും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുമായിട്ട് അതിൻ്റെ ഇലകൾ പഴുത്ത് കൊഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനുശേഷം വിൻ്റർ ആകുമ്പോഴേക്കും സ്റ്റെമ്മ് മാത്രമായിരിക്കും ഈ വൈൻ യാർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ വിൻ്ററിൻ്റെ വിശേഷങ്ങളും വൈൻ യാർഡിലെ കാഴ്ചകളും നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.